ഒരു ഫാൻറ്റസി കഥയെ വെല്ലുന്ന സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. നടന്നത് 2017 ഇതിൻ്റെ വീഡിയോ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. നടുക്കടലിൽ ഒരു ആന അമ്പരപ്പിക്കുന്ന കാഴ്ചയാണ്. കണ്ടത് പതിവ് പട്രോളിങ്ങിനിടെ ശ്രീലങ്കൻ നാവികസേനയാണ്. ശ്രീലങ്കയുടെ വടക്ക് കിഴക്കൻ തീരത്ത് നിന്ന് 16 കിലോമീറ്റർ അകലെ വെച്ചാണ് ആനയെ കണ്ടത്. കോഗലൈ നഗരത്തിലെ ജലാശയത്തിൽ അകപ്പെട്ട ആന ഒഴുകി കടലിലെത്തിയതാകാമെന്നാണ് നേവി ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ആനയുടെ അരികിലെത്തിയപ്പോഴാണ് അതിന് ജീവനുണ്ടെന്ന് മനസ്സിലായത്. തുടർന്ന് നാവികസേനയുടെ മറ്റൊരു കപ്പൽ കടലിൽ സംഭവസ്ഥലത്തേക്കെത്തി. 12 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ആനയെ കരയ്ക്കെത്തിച്ചത്, അത് ജീവനോടെ. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്കൊപ്പം വന്യമൃഗ സംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. ആനകൾ നല്ല നീന്തൽക്കാരാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. കരയിൽ നിന്ന് 15 കിലോമീറ്റർ നീന്തിയെത്തുക ആനകളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തുന്നതല്ലെന്നും അവർ പറയുന്നു. എന്നാൽ ഇത്രയും ദൂരം ആനകൾ നീന്തി പോകുമെങ്കിലും തിരികെ കരയിലേക്ക് വരാൻ കഴിയില്ല. കാരണം ധാരാളം ഊർജ്ജം ചെലവഴിക്കേണ്ടി വരുന്നതിനാൽ അധിക നേരം തുടർച്ചയായി നീന്താൻ അവയ്ക്ക് കഴിയില്ലെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. മാത്രമല്ല, കടലിലെ ഉപ്പുവെള്ളം ആനയുടെ ചർമ്മത്തിന് നല്ലതല്ല. അതിനാൽ കടലിൽ കുടുങ്ങിയ ആനയ്ക്ക് സ്വയം കരയിൽ നീന്തിയെത്താൻ കഴിയില്ല. അതിന് മനുഷ്യൻ്റെ ഇടപെടൽ വേണ്ടിവരുമെന്നും വിദഗ്ധർ പറയുന്നു. വെള്ളത്തിലൂടെ ചെറിയ ദൂരങ്ങൾ ആന നീന്തിയെത്താറുണ്ട്. പൊതുവെ ആഴം കുറഞ്ഞ ജലാശയത്തിലൂടെയാകും ആനകൾ സഞ്ചരിക്കുക. ഇവിടെ സംഭവിച്ചത് ആന ഒഴുക്കിൽപ്പെട്ട് എത്തിയത് തന്നെയാണ്. ജീവനോടെ രക്ഷപ്പെട്ടത് അത്ഭുതകരമാണെന്നും വിദഗ്ധർ പറയുന്നു. സംഭവത്തിന് ശേഷം ശ്രീലങ്കൻ നാവികസേന പങ്കുവച്ച ദൃശ്യങ്ങളിൽ ആന തുമ്പിക്കൈ വെള്ളത്തിന് മുകളിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് കാണാം. മുങ്ങൽ വിദഗ്ധർ ആനയെ സമീപിക്കുമ്പോൾ തുമ്പിക്കൈ ഉയർത്തിപ്പിടിച്ചാണ് ആന നിന്നിരുന്നത്. മുങ്ങൽ വിദഗ്ധർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന സ്നോർക്കലിനെ പോലെ ആന തുമ്പിക്കൈ ഉപയോഗിക്കും. മാത്രമല്ല, സസ്തനികളിൽ വെള്ളത്തിന് മുകളിലും താഴെയുമുള്ള വ്യത്യസ്ത സമ്മർദ്ദ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ സവിശേഷമായ കഴിവും ആനകൾക്കുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു.